ഫേസ് പ്ലാസ്റ്റിക് സർജറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് ജോ സർജറി അല്ലെങ്കിൽ താടിയെല്ലിന്റെ ശസ്ത്രക്രിയയെക്കുറിച്ചാണ്. എന്തുവാണ് ഈ താടിയെല്ലിന്റെ ശസ്ത്രക്രിയ? ഇതൊരു കോസ്മെറ്റിക് പ്രൊസീജിയർ ആണോ? ഇതൊക്കെയാണ് പലരുടെയും ചോദ്യങ്ങൾ. ജോ സർജറി അല്ലെങ്കിൽ താടിയെല്ലിന്റെ ശസ്ത്രക്രിയ എന്ന് പറയുന്നത് കോസ്മെറ്റിക്കിന് മാത്രമല്ല ചെയ്യുന്നത്, അതൊരു ഫങ്ഷണൽ ഇഷ്യൂസിനും കൂടാണ് ചെയ്യുന്നത്. ഉദാഹരണം, ഒരാളുടെ താഴത്തെ താടിയിൽ മുന്നോട്ടിരിക്കുന്നു. എന്തുവാണ് സംഭവിക്കുന്നത്? താഴത്തെ താടിയിലും മേളത്തെ താടിയിലും കമ്പയർ ചെയ്യുമ്പോൾ വളരെ മുന്നോട്ടാണെങ്കിൽ നമ്മൾ ചവയ്ക്കുന്ന ഫുഡ് പ്രോപ്പറായിട്ട് അരിയത്തില്ല. രണ്ടും നമ്മുടെ ജോയിന്റിന് പ്രോബ്ലം. ഈ ജോയിന്റിന് പ്രോബ്ലം ആദ്യം ഒരു സൗണ്ടായിട്ട് സ്റ്റാർട്ട് ചെയ്യും, പിന്നീട് അത് ക്ലിക്കാവും, പിന്നീട് അത് പെയിൻ ആവും, പിന്നീട് അത് വളരെ ബുദ്ധിമുട്ടിലോട്ട് നീങ്ങും. സോ ഇങ്ങനെയുള്ള ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ അത് കോസ്മെറ്റിക് മാത്രമല്ല, അത് സർജിക്കൽ മുഖേന താടിയെല്ലിനെ മുന്നോട്ട് കൊണ്ടുപോയി പുറമോട്ട് കൊണ്ടുപോയിട്ട് അത് നമ്മൾ അതിനെ ക്ലിയർ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് പറ്റും? ജോയിന്റ് പഴയ സ്ഥലത്ത് വരും, ആ വേദനകൾ മാറും, ആ ജോയിന്റിന്റെ ഇഷ്യൂസ് മാറും. സോ ഒരു ജോ സർജറി അല്ലെങ്കിൽ താടിയെല്ലിന്റെ ശസ്ത്രക്രിയ 100% കോസ്മെറ്റിക് അല്ല, അതൊരു ഫങ്ഷണൽ ഒരു ഇഷ്യൂ കൂടെ സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടിയാണ് ജോ സർജറി ചെയ്യുന്നത്. ജോ സർജറിയിൽ പിന്നത്തെ ഒരു ഡൗട്ടാണ്, എൻ്റെ താടിയെല്ലിന്റെ ശസ്ത്രക്രിയ, അതിൻ്റെ സർജറി കാര്യങ്ങൾ, അതിൻ്റെ എത്ര നാൾ ആശുപത്രി കിടക്കണം, എത്ര നാൾ റെസ്റ്റ് ചെയ്യണം. യൂഷ്വലി ജോ സർജറി ആശുപത്രിയിൽ ഒരു 3 ദിവസം സ്റ്റേ കാണും, 1 വീക്ക് റെസ്റ്റ്, അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ റുട്ടീൻ ആക്ടിവിറ്റീസ് ചെയ്യാത്തതാണ്. ജോ സർജറി എല്ലാം വായുടെ ഉള്ളിൽ കൂടാണ് ചെയ്യുന്നത്, പുറേ കൂടെ ഒരു പാടും കാണുന്നില്ല. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ കടി മുന്നോട്ടായിരുന്നു ഇരുന്നത്, നിങ്ങളുടെ ബ്രെയിൻ 15 വർഷമായിട്ട് അങ്ങനെയാണ് നിങ്ങൾ യൂസ്ഡ് ആയിട്ടിരുന്നത്. അതുകൊണ്ട് നമ്മൾ സർജറി ചെയ്ത് കടി മാറ്റുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ അറിയത്തില്ല. സോ നിങ്ങളുടെ ബ്രെയിനെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ പല്ലും ഒരു റബ്ബർ ബാൻഡ് ഇട്ട് ഗൈഡിങ് ഇലാസ്റ്റിക്സ് കൊടുക്കും. അതൊരു ഏകദേശം 1 മാസത്തേക്ക് നമ്മൾ ഇടണം. ഇതൊക്കെയാണ് ജോ സർജറിക്ക് ശേഷം നിങ്ങൾ ടേക്ക് കെയർ ചെയ്യേണ്ട കാര്യങ്ങൾ. ജോ സർജറി കഴിയുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ മുഖം മാറും, നിങ്ങളുടെ സൗന്ദര്യം വർദ്ധിക്കും, നിങ്ങളുടെ പോസിറ്റീവ് കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ചെയ്യും. നിങ്ങൾക്ക് ജോ സർജറിയെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നിങ്ങളുടെ ഡീറ്റെയിൽസ്, നമ്പേഴ്സ്, യൂട്യൂബ് ചാനൽ, വെബ്സൈറ്റിൽ പോയാൽ ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. വി ആർ ദെയർ ഫോർ യു. താങ്ക് യു.